വെൽഡിങ് ടേപ്പ്, ഇത്രയും സാധനങ്ങൾ മതി. അപ്പോൾ ആർക്കും ചെയ്യാൻ പറ്റിയൊരു എളുപ്പ ഗ്രാഫ്റ്റിംഗ് ആണ്. ഇതാണ് ഈ റൂട്ട് സ്റ്റോക്ക് ജാതിക്കൻ്റെ. അപ്പോൾ ഇതിലാണ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സയോണ് ഒരു കായ് ഉണ്ടാകുന്നതിൽ നിന്നും സയോൺ എടുത്തിട്ടുണ്ട്. നല്ല കായ്ഫലമുള്ള മരത്തിൽ നിന്ന് എടുത്ത സയോണാണ്, മദർ പ്ലാന്റിൽ നിന്ന് എടുത്ത സയോണാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കണം. ആർക്കും ചെയ്യാം, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ഗ്രാഫ്റ്റിംഗ് ആണ്. ഇതിപ്പോൾ അതിൻ്റെ ആ കണ്ണുകളിൽ നിന്നൊക്കെ, ഇലൻ്റെ കണ്ണുകളിൽ നിന്നൊക്കെ മൂളങ്ങൾ വരും, ടേപ്പ് വരും. അതിന് തൂമ്പ് വേണമെന്നില്ല, അതിൽ സ്മൂപ്പുള്ളൊരു പീസ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് കത്തി സാനിറ്റൈസർ ചെയ്യണം. സാനിറ്റൈസർ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ എല്ലാത്തിനും ഉപയോഗിക്കുന്ന കത്തി കൊണ്ട് സാനിറ്റൈസർ നിർബന്ധമാണ്, അല്ലെങ്കിൽ ഫംഗസ് വരും. എല്ലാ പരിപാടിക്കും ഉപയോഗിക്കുന്ന കത്തിയാണ്, അതുകൊണ്ട് സാനിറ്റൈസർ ചെയ്യുക. കയ്യും കത്തിയും ഒക്കെ സാനിറ്റൈസർ ചെയ്യാം. ആ മുകളങ്ങൾ വരും, ആ കണ്ണുകളിൽ നിന്നൊക്കെ, ആ ഇല കട്ട് ചെയ്ത ഭാഗത്തു നിന്നൊക്കെ മുളം വരുന്നതാണ്. അപ്പോൾ ഏകദേശം ഹൈറ്റിൽ ഇത്രയും ഒരു 2 ഇഞ്ച് രീതിയിൽ കട്ട് ചെയ്ത് ഒഴിവാക്കണം തൂമ്പ്. എന്നിട്ട് അവിടെ വി ഗ്രാഫ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. വളരെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിടാം. അപ്പോൾ അവിടെ ഒരു ചാലുണ്ടാക്കണം, ഏകദേശം ഒരു 1.5 ഇഞ്ചായിട്ടൊരു ചാലുണ്ടാക്കണം. അപ്പോൾ നല്ല ഷാർപ്പായിട്ടുള്ള കത്തി അയക്കണം, ചതുക്കങ്ങൾ വരാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരൊറ്റ കീറലിനങ്ങൾ ഒരു ചാല് ഉണ്ടാക്കിയെടുക്കണം. അത് ഇതൊരു ആപ്പ് മാതിരി നമുക്ക് ആ സയോണൊന്ന് ചെത്തിയെടുക്കണം. 2 ഭാഗവും ക്ലിയറായിട്ട് ചെത്തി നല്ല മൂർച്ചുള്ള ഷാർപ്പായിട്ടുള്ള കത്തി വയ്ക്കണം. 2 ഭാഗവും കറക്റ്റായിട്ട് ചെത്തിയെടുക്കാം, ചതുക്കം വരാൻ പാടില്ല. അപ്പോൾ കമ്പി ചെത്തിയെടുത്ത് നമുക്ക് അവിടെ ഒരു ചാലുണ്ടാക്കണം. ഏകദേശം ഒരു 1.5 ഇഞ്ച് മതി, കൂടുതൽ വേണ്ട. അത് ചാലുണ്ടാക്കിയിട്ട് അപ്പോൾ സയോൺ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അടുപ്പിച്ച് വെക്കുക. 2 ഭാഗവും കറക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സയോൺ ചെറുതാണെങ്കിൽ ഒരു ഭാഗത്തേക്ക് അടുപ്പിച്ച് വെച്ചിട്ട് പ്ലാസ്റ്റിക് ടേപ്പ് ചുറ്റുക. ഏകദേശം ഒക്കെ 2 ഭാഗവും കണക്കാണ്. സയോണും റൂട്ട് സ്റ്റോക്ക് വണ്ണം കണക്കാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വെച്ചാൽ മതി. ഒരു സൈഡ് കറക്റ്റാക്കി വെക്കുക. ഒരു ടാപ്പ് ചുറ്റുക, നല്ല ടൈറ്റായിട്ട് ടാപ്പ് ചുറ്റുക. അടിയിൽ നിന്ന് താഴെ നിന്ന് മേലോട്ട് ടാപ്പ് ചുറ്റിക്കാൻ നല്ല ടൈറ്റാക്കി ചുറ്റുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് താഴെന്ന് മേലെ വരെ ചുറ്റിയിട്ട് ഒന്ന് വലിച്ചെങ്ങാൻ പ്ലാസ്റ്റിക് ഒന്ന് വലിച്ച് നീട്ടിയിട്ട് നല്ലോണം ചുറ്റി കെട്ടിക്കണം. ഇത് തന്നെ
ഇത്രേ പണിയുള്ളൂ. ആർക്കും വീട്ടിൽ ചെയ്യുക. കായ് വിലുള്ള അല്ലെങ്കിൽ മറ്റ് സ്ഥലത്തു നിന്നൊക്കെ കായുള്ള ഇത് കിട്ടുക, ഷാഗോൺ കിട്ടിയാൽ നമ്മൾ വീട്ടിൽ തന്നെ കുരു മുളപ്പിച്ച് തൈ ഉണ്ടാക്കാം. ആ തൈയിനെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം. പെട്ടെന്ന് കായ് പിടിക്കും, പെട്ടെന്ന് കായ് ഉണ്ടാവും. ഏകദേശം ഒരു വർഷമോ 2 വർഷം കൊണ്ടൊക്കെ കായ് പിടിക്കും. ഇനി അതിൻ്റെ മുകളിൽ കൂടി നമുക്ക് പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട്, സാധാ കവർ, പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ടിട്ട് നമുക്ക് കെട്ടിയേക്കാം. എന്നിട്ട് മുകളം വന്നതിന് ശേഷം നമുക്ക് ആ പ്ലാസ്റ്റിക് എടുത്ത് ഒഴിവാക്കിയാൽ മതി. ഏകദേശം ഒരു 15-20 ദിവസം കൊണ്ടൊക്കെ മുളങ്ങൾ വരലോടും. അപ്പോൾ ആ പ്ലാസ്റ്റിക് എടുത്ത് ഒഴിവാക്കിയോളാം. അതുകൊണ്ട് ഇനി ഒരു ചോര മഴ ഡയറക്റ്റ് അടിക്കാത്ത